ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ ജയശങ്കർ പ്രസാദ് എഴുതിയ പുരസ്കാർ എന്ന കഹാനിയാണ്, അതിൻ്റെ ഷോർട്ട് സമ്മറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലേഖകനെ കുറിച്ചിട്ട് പറയാം. ആദ്യം അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 30 ജനുവരി 1889 അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് 15 നവംബർ 1937 അദ്ദേഹം എഴുതിയ പ്രമുഖമായിട്ടുള്ള രചനകളാണ് കാനൻ കുസും, മഹാരാണ കാ മഹത്വ, കാമായിനി. ഓക്കെ, അദ്ദേഹം ഒരു ഛായാവാദി കവി എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. अब नमकिनी शॉर्ट समरी लेके कड़का। पुरस्कार कहानी जयशंकर प्रसाद द्वारा लिखी गई सर्वश्रेष्ठ कहानियों में से एक है. जयशंकर प्रसाद जी എഴുതിയിരിക്കുന്ന കഹാനികളിലും സർവശ്രേഷ്ഠമായിട്ടുള്ള കഹാനിയാണ് पुरस्कार कहानी. उनकी कहानी में प्रेम, करुणा, त्याग, बलिदान के आदर्श मूल्य दिखाए पड़ते हैं. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൽ സ്നേഹം, കരുണ, ത്യാഗം, അതുപോലെ തന്നെ സാക്രിഫൈസിൻ്റെയൊക്കെ ആദർശമായിട്ടുള്ള വാല്യൂസാണ് കാണപ്പെടാറുള്ളത്. इस कहानी में भी उन्होंने कहानी की नायिका के रूप में मधुलिका के भावनाओं के उतार चढ़ाव, राष्ट्र प्रेम तथा बलिदान एवं समर्पण की भावना को प्रकट किया है. ഈ കഹാനിയിലും നായികയുടെ ഇമോഷൻസിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അവരുടെ രാജ്യത്തിനോടുള്ള അവരുടെ സ്നേഹം, അതുപോലെ തന്നെ സാക്രിഫൈസ്, അതുപോലെ തന്നെ അവരുടെ സമർപ്പണം, രാജ്യത്തിനോടുള്ള അവരുടെ സമർപ്പണമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. कहानी की शुरुआत होती है इंद्र पूजा के महोत्सव में जो कौशल देश का कृषि उत्सव है. कौशल ദേശത്തിൻ്റെ കൃഷി ഉത്സവമായിട്ടുള്ള ഇന്ദ്രപൂജയിൽ നിന്നാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. कौशल देश के महाराज हाथी पर सवार खेतों में आते हैं और उतर कर एक दिन के लिए कृषक बन जाते हैं. അതായത് കൗശൽ ദേശ് മഹാരാജാവ് ആനയുടെ മേലെ ഇരുന്ന് പാടങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്, ഒരു ദിവസത്തെ കർഷകനായിട്ട് മാറുകയാണ് ഈ ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്സവമേ ഇന്ദ്ര की पूजा की जाती है और हर साल यह उत्सव मनाया जाता है. ഇന്ദ്രദേവനെയാണ് ആ ഉത്സവത്തിൽ പൂജിക്കുന്നത്. എല്ലാ വർഷവും കൗശൽ ദേശിലെ ഈ ഒരു ഉത്സവം ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. उत्सव में जिसकी भूमि पर महाराज बीज डालते हैं उसकी भूमि महाराज की हो जाती है और इस वर्ष ये सौभाग्य मधुलिका को मिला था. അതായത് ആരുടെ ഭൂമിയാണോ രാജാവ് വന്നിട്ട് വിത്തെറിയുന്നത്, ആ ഭൂമി രാജ്യത്തിൻ്റേതായിട്ട് മാറുന്നു, രാജാവിൻ്റെ പേരിക്കാവുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു ഭാഗ്യം മധുലിക്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള നായികയായിട്ടുള്ള മധുലിക്കയ്ക്കാണ് ഈ വർഷം ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. बीजों का थाल लेकर महाराज के साथ मधुलिका चल रही थी और यह सब देख रहे थे मगध के രാജ്കുമാർ അരുൺ. അതായത് വിത്തിൻ്റെ ആ വലിയ താലമെടുത്തിട്ട് രാജാവിൻ്റെ ഒപ്പം നടക്കുകയായിരുന്നു മധുലിക. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു മഗധ് രാജ്കുമാർ അരുൺ. बीजों को डालने के बाद महाराज ने मधुलिका को पुरस्कार में स्वर्ण की मुद्राएं दी, लेकिन मधुलिका ने इन्हें लेने से इनकार कर दिया, जिससे രാജ ക്രോധിत हो उठे. ഈ വിത്തുകളെല്ലാം പാടത്തേക്ക് കൃഷി ചെയ്യാനായിട്ട് എറിഞ്ഞിട്ട് രാജാവ് മധുലിക്കയ്ക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ, പുരസ്കാരം എന്ന രീതിയിൽ സ്വർണ്ണമുദ്രകളാണ് കൊടുക്കുന്നത്. പക്ഷേ മധുലിക ഇത് വാങ്ങിക്കുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ രാജാവിന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. मधुलिका भी स्वाभिमानी थी और इनकार का कारण उसने बताया कि वह भूमि उसके पूर्वजों की थी और इसलिए उसका पुरस्कार वह नहीं ले सकती थी. അതായത് ആ ഭൂമി മധുലിക്കയുടെ പൂർവികന്മാരുടെ ആയിരുന്നു എന്ന് മധുലിക പറയുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ മധുലിക തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. मधुलिका सिंहमित्र की एकमात्र पुत्री थी जिसने मगध के विरुद्ध कौशल राज्य को विजय दिलाई थी. മധുലിക സിംഹമിത്ര എന്ന് പറഞ്ഞ ആളുടെ മകളായിരുന്നു. അദ്ദേഹം മഗധ് രാജവംശത്തിൽ നിന്ന് കൗശൽ രാജ്യത്തിനെ രക്ഷിക്കുകയും ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജാ ചലേ ഗए और मधुलिका भी अपने खेत के सीमा पर खड़े वृक्ष के नीचे चुपचाप बैठी रही. അപ്പം രാജാവ് ഈ കാര്യം അറിഞ്ഞതോടു കൂടിയിട്ട് രാജാവ് പോവുകയും അതിനുശേഷം മധുലിക ആ ഒരു പാടത്തിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. രാജ്കുമാർ അരുൺ രാത്രി में नींद न आने के कारण घूमते घूमते इस वृक्ष के नीचे जहाँ मधुलिका विश्राम कर रही थी पहुँच गए. രാജ്കുമാർ അരുൺ ആണെങ്കിലോ രാത്രി ആയതോടുകൂടിയിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് നടന്ന് മധുലിക ഇരിക്കുന്ന അതേ വൃക്ഷത്തിൻ്റെ ചോട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മധുലിക से मिलने पर अरुण ने उसकी भूमि उसे दिलाने की बात कही, परंतु मधुलिका राज नियमों को नहीं तोड़ना चाहती थी और राजकुमार वहाँ से चले गए. മധുലിക്കയെ കാണുന്ന സമയത്ത് തന്നെ രാജ്കുമാർ അരുൺ പറയുന്നുണ്ട് അദ്ദേഹം മധുലിക്കയുടെ ഭൂമി തിരിച്ച് വാങ്ങിച്ചു തരാമെന്ന്. പക്ഷേ മധുലിക്കയ്ക്ക് ഈ രാജനിയമങ്ങളെ തെറ്റിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ആ രാജകുമാരൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്.
മധുലിക അശ്രുഭരി ആँखों से उड़ती धूल को देखती रही. മധുലിക ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. അവളുടെ ആകെ ഉണ്ടായിരുന്ന ഭൂമി പോലും അവളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ണുകൾ നിറയുകയും ആ പാടത്തിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധുലിക दूसरों के खेतों में काम करने लगी और ऐसे ही कमी में उसका जीवन बीत रहा था. അതായത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മധുലിക ജീവിക്കുന്നത്. വേറെ ആൾക്കാരുടെ പാടങ്ങളിൽ ജോലി ചെയ്യുകയാണ് മധുലിക ചെയ്യുന്നത്. വർഷ ബീത് ഗയെ അബ് മധുലിക കോ രാജ്കുമാർ അരുൺ കി ബാത്തേ യാദ് ആ രഹി थी. കുറച്ച് കാലം കഴിഞ്ഞു. അപ്പോൾ മധുലിക്കയ്ക്ക് രാജ്കുമാർ അരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. एक दिन अचानक आश्रय ढूंढते हुए मगध का निर्वासित विद्रोही राजकुमार अरुण मधुलिका के झोपड़ी में ആ जाता है. മഗധിൽ നിന്ന് നാടുകടത്തപ്പെട്ട രാജകുമാരനായിട്ട് അരുൺ മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു വിദ്രോഹിയായിട്ടുള്ള രാജകുമാരനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മധുലിക്കയുടെ ജോപ്പടിയിലേക്ക്, അവളുടെ ആ ചെറിയ കുടിലേക്ക് അരുൺ വരികയാണ് ചെയ്യുന്നത് ഒരു ദിവസം. മധുലിക अब अरुण से प्रेम करती थी और उसके लिए अपना संपूर्ण अस्तित्व ന്യോച്ചാവർ കർണേ കെ ലിയെ തയ്യാർ थी. ഇപ്പം മധുലിക്കയ്ക്ക് അരുണിനോട് സ്നേഹമായിരുന്നു ഈ സമയമാകുമ്പോഴത്തേക്ക്. അത് കാരണം കൊണ്ട് തന്നെ അരുണിന് വേണ്ടിയിട്ട് അവളുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കാനും അവൾ തയ്യാറായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. कौशल नरेश से दुर्ग के दक्षिणी नाले के समीप जंगल वाली भूमि खेती के लिए मांग लेती है. कौशल രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഫോർട്ടിൻ്റെ സൗത്ത് സൈഡിലുള്ള തെക്ക് വശത്തുള്ള ചെറിയൊരു ഫോറസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഭൂമി ഉണ്ടാവും. ആ ഭൂമി കൃഷി ചെയ്യാനായിട്ട് അവൾ വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അരുൺ അബ് ദുർഗ് കെ നാലെ കെ കിനാരെ ആക്രമൺ കർ യുദ്ധ കർണ ചാഹരാത്ത. ഈ ഒരു ഫോർട്ടിൻ്റെ തൊട്ട് തെക്ക് വശത്തായിട്ടുള്ള ചെറിയൊരു ഭൂമി കൃഷിക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ചെറിയ ഡ്രെയിൻ ഉണ്ടാവും. ആ ഡ്രെയിൻ ഗട്ടർ പോലെ അതിൻ്റെ ആ ഭാഗത്ത് ആക്രമിച്ചിട്ട് ആ ഫോർട്ട് കീഴടക്കാം എന്നാണ് അരുൺ വിചാരിക്കുന്നത്. അതിലൂടെ യുദ്ധം പ്രഖ്യാപിക്കാം എന്നാണ് അരുൺ വിചാരിക്കുന്നത്. രാജ്കുമാർ അരുൺ अपने ही राज्य के प्रति हो रहे षड्यंत्र का हिस्सा अब मधुलिका बन जाती है. സ്വന്തം രാജ്യത്തിന് എതിരായിട്ടുള്ള ഈ ഒരു ഗൂഢാലോചനയിലെ ഒരു ഭാഗമായി കഴിഞ്ഞു മധുലിക്കയും ഈ ഒരു കൃഷിഭൂമി വാങ്ങിക്കുന്ന ആ ഒരു ടൈം മുതൽക്ക്. പക്ഷേ അവൾക്കത് വല്ലാതെ ഹേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആദ്യം അറിയില്ലായിരുന്നു, പിന്നീടാണ് അവൾ അത് തിരിച്ചറിയുന്നത്. लेकिन यहाँ उसका देश प्रेम उजागर हो जाता है और अपने पिता के प्राणों के बलिदान की याद करते हुए राजकुमार अरुण का आक्रमण की सूचना के बारे में कौशल सेनापति को बताकर മധുലിക अपने देश का साथ देती है. അപ്പോൾ ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് മധുലിക എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഢാലോചനയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കുകയും അവൾ ആ കാര്യം അവൾ അറ്റാക്കിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ട് സൂചന കൊടുക്കുകയാണ് കൗശൽ സേനാപതിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അവൾ അവളുടെ രാജ്യത്തിനോടുള്ള ആ ഒരു കടമ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ അച്ഛൻ്റെ ബലിദാനം ഓർത്തിട്ടാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അരുൺ കോ ബന്ദി ബനാ ലിയ ജാത്താ ഹെ ഓർ മൃത്യുദണ്ഡ് ദേനെ കാ ऐलान किया जाता है. അപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിയതോട് കൂടിയിട്ട് അരുണിനെ ബന്ദിയാക്കും, വധശിക്ഷ കൊടുക്കുമെന്ന പ്രഖ്യാപനം വരികയാണ് ചെയ്യുന്നത്. देश प्रेम के प्रति मधुलिका का कर्तव्य खत्म हो जाता है और प्रेम के प्रति कर्तव्य निभाने का समय था. तो वह अरुण के साथ जा खड़ी होती है और पुरस्कार स्वरूप महाराज से प्राणदंड की याचना करती है. ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ മധുലിക്കയുടെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്ന ആ സമയത്ത് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഡ്യൂട്ടിക്ക് വേണ്ടി അവൾ ചെയ്യുന്നത് അരുണിൻ്റെ ഒപ്പം പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുരസ്കാർ എന്ന രൂപത്തിൽ രാജാവിൻ്റെ അടുത്ത് അരുണിന് കൊടുത്തിരിക്കുന്ന മൃത്യുദണ്ഡ് അവൾക്കും വേണമെന്ന് യാചിക്കുകയാണ് ചെയ്യുന്നത്. नायिका मधुलिका इस कहानी में व्यक्तिगत प्रेम और देश प्रेम के बीच द्वंद्व से ऊपर उठकर दोनों के लिए अपना कर्तव्य को निभाते हुए पाठक के समक्ष आदर्श व्यक्तित्व को प्रस्तुत करती है. ഇതിൽ നായിക മധുലിക ഈ ഒരു കഹാനിയിൽ ഇൻഡിവിജ്വലായിട്ടുള്ള സ്നേഹവും രാജ്യത്തിനോടുള്ള സ്നേഹത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഘർഷത്തിൻ്റെ സമയത്ത് തന്നെ സ്വന്തം ഡ്യൂട്ടി മറക്കാതെ രാജ്യത്തിനോടുള്ള സ്നേഹം ആദ്യം കാണിച്ച് റീഡേഴ്സിന് മുൻപിൽ ഒരു ആദർശ വ്യക്തിത്വം കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കൂ. താങ്ക്